ഇന്നത്തെ നമ്മുടെ വീഡിയോ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ ഡിന്നറായി കഴിക്കാൻ പറ്റുന്ന കാലറി കുറഞ്ഞ ഒരു അടിപൊളി സാലഡ് റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ ഉപയോഗിക്കുന്നത് എല്ലാം തന്നെ നമ്മൾ കാലറി കുറഞ്ഞ വെജീസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരിക്കലും കൊഴുപ്പ് അടിഞ്ഞു കൂടണമില്ല, അതുപോലെ ഫാറ്റായിട്ട് അടിഞ്ഞു കൂടാതെ തന്നെ അത് ബേൺ ചെയ്ത് പോകുന്ന രീതിയിലുള്ള സാലഡാട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യണേ. നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം എന്തൊക്കെ ഫുഡാണ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റണേന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു കുക്കുംബർ, ഒരു ഹാഫ് കുക്കുംബർ ആയിട്ട് എടുത്തിരിക്കണേ. ഇതെല്ലാം തന്നെ ലോ കാലറീസ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അളവുകളൊന്നുമില്ല കേട്ടോ. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുന്നത് നല്ലതാണ്. പിന്നെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് മാത്രം മതി, ബാക്കി അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ വെജീസും ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് നമ്മൾ ഒരു 2-3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഡ്രസ്സിങ്ങിന് വേണ്ടി നമ്മൾ പ്രോബയോട്ടിക് കേർഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് കഴിക്കുമ്പോഴും അതിൻ്റെ ഗുണം അറിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റ് ആവുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഗുണങ്ങൾ നോക്കിയാലോ. മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വെജീസിലും തന്നെ കാലറി ഭയങ്കര കുറവുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെജീസ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം തന്നെ. അതുപോലെ ഈ എടുത്തിരിക്കുന്ന എല്ലാത്തിലും തന്നെ ഫൈബർ നല്ലപോലെ ഉണ്ട്. ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകളുണ്ട് നല്ലപോലെ. അപ്പോൾ നാരുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നല്ല രീതിയിൽ വയറ് നിറഞ്ഞതായിട്ട് തോന്നും. നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കേണ്ടി വരില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ നമ്മുടെ പഞ്ചസാര, നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ കുറയ്ക്കാനും പിന്നെ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകളാട്ടോ എല്ലാം തന്നെ. തൈര് കഴിക്കണോണ്ട് തന്നെ നമ്മുടെ ഡൈജഷനൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ല രീതിയിൽ പ്രോപ്പർ ആക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാട്ടോ. കൂടാതെ ഇതിൽ നല്ല രീതിയിൽ പ്രോട്ടീനും ഉണ്ട്. പിന്നെ ഇതല്ലാതെ നമ്മൾ എക്സ്ട്രാ നമ്മൾ പ്രോട്ടീൻ എടുക്കാനായിട്ട് നമ്മൾ 2 മുട്ടയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണത് നല്ലതാട്ടോ. ഇനി നമുക്ക് വെജീസിലേക്ക് ഈ തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെജീസ് കട്ട് ചെയ്യുമ്പോൾ ഇന്ന ഷേപ്പിലൊന്നുമില്ല കേട്ടോ. നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്യണം. നമ്മളൊരു നല്ല ഭംഗിയ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി നമ്മൾ കുറച്ച് മിന്റ് ലീവ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാലഡ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാലഡാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതും നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ കൊഴുപ്പൊന്നും ആഡ് ചെയ്യണില്ല. അതെല്ലാം തന്നെ ബേൺ ആയി പോകുന്നതായിരിക്കും. പിന്നെ കൂടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു 1 hour ഡെയിലി എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ വാട്ടർ ഇൻടേക്ക് എടുക്കണം. അത് നമ്മൾ വെയിറ്റിനനുസരിച്ച് തന്നെ വാട്ടർ എടുക്കാൻ നോക്കുക. ഇത്രയും നിങ്ങളിന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ണമൊക്കെ നല്ല രീതിയിൽ കുറയും. അപ്പം നിങ്ങൾ ഡിന്നർ കഴിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു 7 മണി 7:30 തന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണേ. എല്ലാവർക്കും താങ്ക് യു.